കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധന്റെ സൗഖ്യദായകമായ ഊട്ടുതിരുനാൾ 2026 മെയ് 12 ചൊവ്വാഴ്ച നടക്കുന്നു. 100,000 പേർക്കുള്ള ഊട്ടുനേർച്ചയാണ് ഒരുക്കുന്നതെന്ന് പത്രസമ്മേളനത്തിൽ തീർത്ഥാടന കേന്ദ്രം റെക്ടർ റവറന്റ് ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ മാധ്യമങ്ങളെ അറിയിച്ചു. 5-ാം തീയതി ചൊവ്വാഴ്ചയാണ് കൊടികയറ്റ ദിനം. വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാൻ അഭിമന്യ ആന്റണി വാലുങ്കൽ പിതാവ് ഇവിടെ എത്തിച്ചേരും. രാവിലെ 10 മണിക്ക് അദ്ദേഹത്തിന് സ്വീകരണം നൽകും. 10:15 ആഘോഷമായിട്ടുള്ള കൊടിയേറ്റം. തുടർന്ന് അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ജോഷി മയ്യാറ്റിലച്ചനാണ് അന്ന് പ്രസംഗിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും വൈകിട്ട് 5:30 തിരുക്കർമ്മങ്ങളുണ്ട്. 10-ാം തീയതി ഞായറാഴ്ച ആണ് പ്രസിദ്ധേന്തിമാരുടെ ദിനമായിട്ട് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. രാവിലെ 9:30 മണിക്ക് അവർക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു ദിവ്യബലിയുണ്ട്. തുടർന്ന് ആ ദിവ്യബലിക്ക് നേതൃത്വം നൽകാനായിട്ട് രൂപത വികാർ ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിലുണ്ടായിരിക്കും. തുടർന്ന് ആ ദിവ്യബലിക്ക് ശേഷം വരുന്ന വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഔപചാരികമായിട്ട് ഞങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അന്ന് വൈകിട്ടും കുർബാന ഉണ്ടാകും. 11-ാം തീയതി തിങ്കളാഴ്ച തിരുനാളിന്റെ തലേ ദിവസം വേസ്പര ദിനം വൈകിട്ട് 5:30 മണിക്ക് രൂപതയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ഹെൽവസ്റ്റ് റൊസാരിയോ അച്ഛൻ കുർബാന അർപ്പിക്കും. തുടർന്ന് പുണ്യവാന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഗ്രാമപ്രദക്ഷിണം അന്നുണ്ടായിരിക്കുന്നതാണ്. 12-ാം തീയതിയാണ് സൗഖ്യദായകമായ ആഘോഷമായിട്ടുള്ള ഊട്ടുതിരുനാൾ ദിനം ചൊവ്വാഴ്ച. രാവിലെ മുതൽ വൈകിട്ട് നേരം വൈകി വരെ ദിവ്യബലിയും തിരുക്കർമ്മങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 10 മണിക്ക് അഭിമന്യ അംബ്രോസ് പുത്തമേട്ടിൽ പിതാവ് ഇവിടെ എത്തിച്ചേരും. 10 മണിക്കുള്ള 10:15 നമ്മൾ നേർച്ച ഭക്ഷണം ആശീർവദിച്ച് അഭിമന്യ പിതാവ് ആശീർവദിച്ച് ആദ്യത്തെ കൂട്ടർക്ക് വിതരണം ചെയ്യും. തുടർന്ന് തുടങ്ങുന്ന നേർച്ച ഭക്ഷണ വിതരണം രാത്രി വൈകുന്നതുവരെ ഉണ്ടായിരിക്കുന്നതാണ്. ഫാദർ ആൻസ് പല്ലിശ്ശേരി, ആന്റണി കല്ലറയ്ക്കൽ, ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ആൽബി പടമാട്ടുമ്മേൽ, ബീനൻ താണിപ്പിള്ളി, അലക്സ് പള്ളിയിൽ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.